സ്നേഹമുള്ളവരെ, ഗുഡ്നസ് ടി വിയിലൂടെ സംപ്രേഷണം ചെയ്യപ്പെടുന്ന ബൈബിളിലൂടെ ഒരു തീർത്ഥാടനമെന്ന ബൈബിൾ പഠന പങ്ക്തിയുടെ പുത്തൻ എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഏതാനും ചില എപ്പിസോഡുകളായി പുതിയ നിയമത്തിൽ 4-ാം സുവിശേഷത്തിൻ്റെ 17-ാം അധ്യായമാണ് നമ്മൾ പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. വിശിഷ്യ 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആമുഖം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിൻ്റെ തുടർച്ചയിലേക്കാണ് ഈ ക്ലാസ്സിൽ നിങ്ങളെ ഏവരെയും ഞാൻ കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ഈശോ സഭാസമൂഹത്തിനു വേണ്ടി, വിശ്വാസികൾക്ക് മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്ന വചനഭാഗമാണ് 17-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 26 വരെയുള്ള വചനങ്ങളെന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയും സഭ ഒരു കൂട്ടായ്മയാണ് എന്നും ഇത് സാധാരണഗതിയിലുള്ളൊരു ഓർഡിനറി കൂട്ടായ്മയല്ല, മറിച്ച് ഇത് ദൈവികമായ ഒരു കൂട്ടായ്മയാണ് എന്നും തിരുവചന ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും തിരിച്ചറിയുക, ദൈവികമായ ഇടപെടലിൻ്റെ ഭാഗമായി പരിശുദ്ധാത്മാവാണ് സഭാംഗങ്ങളായ വിശ്വാസികളെ എല്ലാവരെയും ഐക്യത്തിൽ സംരക്ഷിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ദ ഹോളി സ്പിരിറ്റ് എന്നാണ് പരിശുദ്ധാത്മാവിനെ നമ്മൾ വിളിക്കുന്നത്. സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഈസ് എ യുണൈറ്റിംഗ് ഫാക്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെയും സഭ കൂട്ടായ്മ എന്ന് പറയുന്നത് ദൈവികമായ ഇടപെടലിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു ദൈവിക കൂട്ടായ്മയാണ് എന്ന കാരണത്താൽ തന്നെയും യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിച്ചു കേട്ട വചനഭാഗം ഓർമ്മപ്പെടുത്തുന്നു. അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും ആയിരിക്കുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് ഈശോ വിശ്വാസി സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പറയുന്നത്. എന്ന് പറഞ്ഞാൽ, എപ്രകാരമാണോ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത്, 3 ആളുകളാണെന്ന് നമുക്കറിയാം. പരിശുദ്ധ തൃത്വത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയും എപ്രകാരമാണോ ഈ പരിശുദ്ധ തൃത്വം ഒന്നായിരിക്കുന്നത്, അതുപോലെ ഈ ശിഷ്യ സമൂഹത്തിലെ എല്ലാവരും ഒന്നായിരിക്കണമെന്നും ആ മാതൃക അനുകരിച്ചുകൊണ്ട് തന്നെയും വിശ്വാസികളായ എല്ലാ സഭാംഗങ്ങളും ഒന്നായിത്തീരണമെന്നുമുള്ള ഈശോയുടെ ആഗ്രഹത്തിൻ്റെ ഫലമാണ് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. സഭയ്ക്ക് വേണ്ടിയുള്ള ഈശോയുടെ അന്ത്യ പ്രാർത്ഥനയുടെ പ്രധാന വിഷയം ഐക്യം എന്നുള്ളത് കേവലം ഒരു മാനുഷികമായ ഐക്യത്തിലേക്കല്ല വിരൽ ചൂണ്ടുന്നത്, മറിച്ച് ഇത് ദൈവം നൽകുന്ന ഐക്യത്തിൻ്റെ സന്ദേശമാണ്. അത് ഞാനും നിങ്ങളും സ്വീകരിച്ച് പ്രാവർത്തികമാക്കേണ്ടവരാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെയും ത്രിയേക ദൈവവുമായുള്ള കൂട്ടായ്മയിലുള്ള ദൈവിക ഐക്യമാണ് ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, തൃത്വത്തിലുള്ള കൂട്ടായ്മ എപ്രകാരമാണോ ശിഷ്യന്മാരനുഭവിച്ചറിഞ്ഞത്, അതേ കൂട്ടായ്മ മനോഭാവത്തിലേക്കും അതേ യോജിപ്പിലേക്കും വളരണമെന്ന് യേശു കർത്താവ് വിശ്വാസികളെല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ദൈവപിതാവിനോട്. അതുകൊണ്ട് തന്നെയും മനസ്സിലാക്കുക, സഭാപ്രവേശന കൂദാശകളിലൊന്നായ ഏറ്റവും ആദ്യത്തെ കൂദാശ ഏതാ? മാമോദീസയാണ്. മാമോദീസ ഒരുവനെ ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മയിലേക്കാണ് പ്രവേശിപ്പിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അതൊരു ബേസിക് കാറ്റക്കിസത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ ഈ ബേസിക് കാറ്റക്കിസത്തെ മനോഹരമായി ദൈവശാസ്ത്രത്തിലൂടെ, തിയോളജിയിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ സാക്രമെൻ്റൽ തിയോളജി അഥവാ കൂദാശകളുടെ ദൈവശാസ്ത്രം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, പ്രവേശക കൂദാശയായ മാമോദീസ ഒരുവനെ ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മയിലേക്കാണ് പ്രവേശിപ്പിക്കുന്നത് എന്ന യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയും മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്:
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾ ജ്ഞാനസ്നാനം നൽകുവിനെന്ന് പറഞ്ഞാണ് കർത്താവ് ദ കമാൻഡ് ശിഷ്യന്മാർക്ക് നൽകുന്നത്. ആ വചനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ക്രീനിൽ എഴുതിയിട്ടിട്ടുമുണ്ട്. ആ വചനം നിങ്ങൾക്ക് കാണാനും വായിക്കാനും സാധിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം നൽകുവിൻ എന്ന കൽപ്പന ഈ കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കണം. അക്ഷരാർത്ഥത്തിലുള്ള വിവർത്തനം എന്ന് പറയുന്നത് നാമത്തിലാണ് ജ്ഞാനസ്നാനപ്പെടുത്തേണ്ടത് എന്നതാണ്. നാമത്തിലേക്ക് ജ്ഞാനസ്നാനപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. എൻ്റെ കഴിഞ്ഞ 10-22 വർഷക്കാലത്തെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കിടയ്ക്ക് ഒരു വിൻസെൻഷ്യൻ സന്യാസ പുരോഹിതൻ എന്ന നിലയിൽ പ്രിയപ്പെട്ടവർ, ഞാൻ എത്രയോ കുഞ്ഞുങ്ങൾക്ക് ജ്ഞാനസ്നാനം അഥവാ മാമോദീസ നൽകിയിട്ടുണ്ട്. ബാപ്റ്റിസം നൽകുക എന്നുള്ളത് അതിൽ തന്നെ പുരോഹിതൻ്റെ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂദാശ പരികർമ്മമാണ്. കാരണം ദൈവത്തിനു വേണ്ടി സഭയിൽ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്ന കൂദാശയാണ് ജ്ഞാനസ്നാനം എന്ന് പറയുക. അതുകൊണ്ട് തന്നെയും എത്ര കുഞ്ഞുങ്ങൾക്ക് ഞാൻ മാമോദീസ നൽകിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അനേകായിരം കുഞ്ഞുങ്ങൾക്ക്, അതെൻ്റെ കുടുംബത്തിലാകട്ടെ, ബന്ധുമിത്രാദികളുടെ കുഞ്ഞുങ്ങളാകട്ടെ, എൻ്റെ കൂട്ടുകാരുടെ ആകട്ടെ, എൻ്റെ നാട്ടുകാരുടെ ആകട്ടെ, ഇടവകാംഗങ്ങളുടെ ആകട്ടെ, അതോടൊപ്പം എന്നെ ഇഷ്ടമുള്ള താല്പര്യമുള്ള എൻ്റെ കുഞ്ഞിന് അച്ഛൻ വന്ന് മാമോദീസ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എത്രയോ പേര് ജ്ഞാനസ്നാനം നടത്താൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ട്. ഞാൻ പോയി അനേകർക്ക് മാമോദീസ കൊടുത്തിട്ടുണ്ട്. മാമോദീസായിലൂടെയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സ്നേഹത്തിൻ്റെ ഐക്യത്തിലേക്ക് ഏതൊരു കുഞ്ഞിനെയും പ്രവേശിപ്പിക്കുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര, നീ ജ്ഞാനസ്നാനം സ്വീകരിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ഓർക്കേണ്ടത്, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് നീ ദൈവപിതാവിലും പുത്രനായ യേശുവിലും പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിലും ത്രിയേക ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസിച്ച് സഭയോടുള്ള ഐക്യത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവനാണ് എന്നതാണ് നിന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി. അതല്ലാതെ സഭയിൽ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി, വിഭാഗീയതകൾ ഉണ്ടാക്കി, സ്വാർത്ഥപരമായ ആഗ്രഹങ്ങൾ പ്രചരിപ്പിച്ച് പ്രാദേശികമായ വാദത്തിൻ്റെ പുറകിൽ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം എപ്പോഴെങ്കിലുമൊക്കെ സഭയുടെ കൂട്ടായ്മയിൽ നിന്നും വ്യത്യസ്തമായ ചിന്താഗതികളോട് മാറി നിൽക്കാൻ നീ പരിശ്രമിക്കുന്നുവെങ്കിൽ തിരിച്ചറിയുക, നിന്നിൽ പരിശുദ്ധാത്മാവ് ഇല്ല എന്നതിൻ്റെ, തൃത്വത്തിൻ്റെ കൂട്ടായ്മ നിനക്ക് നഷ്ടപ്പെടുന്നു എന്നതിൻ്റെ, സഭാ കൂട്ടായ്മയ്ക്ക് നീ ഭംഗം വരുത്തുന്നു എന്നതിൻ്റെ പ്രത്യക്ഷമായ തെളിവാണ്, അടയാളമാണ് സഭയിൽ നിന്നും നീ മാറി നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക. പ്രാദേശിക സഭ എന്ന് പറയുന്നത് ഇടവക കൂട്ടായ്മകളാണ്. അതുകൊണ്ട് തന്നെയും പ്രിയ സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഇടവക കൂട്ടായ്മയോട് ചേർന്ന് നിന്ന് വിശ്വാസ ജീവിതത്തെ പരിപോഷിപ്പിക്കേണ്ടവരാണ് എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ആരെങ്കിലുമൊക്കെ ഇടവക പള്ളിയിൽ ഞായറാഴ്ച പോലും കുർബാനയിൽ പങ്കെടുക്കാൻ പോകുന്നില്ല എങ്കിൽ, സഭയുടെ കൂദാശകൾ സ്വീകരിക്കാൻ പരിശ്രമിക്കുന്നില്ല എങ്കിൽ, പ്രിയ കുഞ്ഞേ, നിനക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. തിരിച്ചു വരാൻ വേണ്ടിയുള്ള കർത്താവിൻ്റെ ആഹ്വാനം ഏറ്റെടുത്ത് എത്രയും പെട്ടെന്ന് തന്നെയും സഭയുടെ കൂട്ടായ്മയിലേക്ക് തിരിച്ചു വരണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. എന്നാൽ ഈ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ഈ രാവ് അവസാനിക്കാനുള്ളതല്ല, ഇതും പുലരേണ്ടതാണ് എന്ന് തിരിച്ചറിയുക. ഏതെങ്കിലും പ്രഭാതങ്ങൾ ഉച്ച കഴിഞ്ഞുള്ള സമയങ്ങളിലേക്ക് നീണ്ടിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഉച്ച സമയങ്ങൾ വൈകുന്നേരത്തിനും അപ്പുറത്തേക്ക് നീണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഏതെങ്കിലും വൈകുന്നേരങ്ങൾ രാത്രിയാവോളം നീണ്ടു നിൽക്കുന്നു, എന്നാൽ അതിനു ശേഷവുമുണ്ടോ? ഇല്ലല്ലോ. ഏതെങ്കിലും രാവ് പുലരാതിരുന്നിട്ടുണ്ടോ? അതുമില്ല. ഇതൊക്കെയും മാറിപ്പോകുമെന്നേ. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്നാൽ ആ പ്രശ്നങ്ങളിലേക്ക് നോക്കി, പ്രതിസന്ധികളിലേക്ക് നോക്കി നീ വേവലാതിപ്പെടേണ്ടവനല്ല, മറിച്ച് പ്രത്യാശയോടുകൂടെ കർത്താവിങ്കലേക്ക് മുഖമുയർത്താൻ, കണ്ണുകൾ ഉയർത്താൻ, പ്രാർത്ഥനയുടെ കരങ്ങൾ ഉയർത്താൻ, ഹൃദയമുയർത്താൻ നിനക്ക് സാധിക്കുമെങ്കിൽ ദൈവം നിനക്ക് ഉത്തരം നൽകും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇത് ദൈവികമായ കൃപാവരത്തിൻ്റെ ഭാഗമാണ്. കാരണം ഞാൻ ആശ്രയിക്കുന്നത് എൻ്റെ കർത്താവിലാണ്, മറ്റൊന്നും ഇല്ല കേട്ടോ.
ഒരു കച്ചിത്തുരുമ്പും നമുക്ക് ഈ ലോകത്തിൽ ആശ്രയിക്കാനില്ല. രക്ഷ നൽകുന്നത് കർത്താവിൻ്റെ കൃപ മാത്രമാണ് എന്ന് തിരിച്ചറിയുക. അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ട് നീ പരിശ്രമിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തൽ. അതുകൊണ്ട് തന്നെയും പേര് എന്ന് പറയുന്നത് ഒരു വ്യക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, ഇൻ ദ നെയിം ഓഫ് ദ ട്രയൂൺ ഗോഡ്. നാമം, ദ നെയിം എന്ന് പറയുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൂട്ടായ്മയിലേക്ക് നീ പ്രവേശിക്കുവിനെന്ന് പറഞ്ഞുകൊണ്ടാണ് ഏതൊരു കുഞ്ഞിനും ജ്ഞാനസ്നാനം നൽകുന്നത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയും ത്രൂ ബാപ്റ്റിസം വി ബിക്കം പാർട്ട് ഓഫ് the body of Christ, that is the Holy Catholic Church. സഭാംഗമായി തീരുകയാണ് നമ്മൾ. അതുകൊണ്ട് സഭ ഒരു ത്രിത്വാത്മക കൂട്ടായ്മയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ വാക്ക് ഞാൻ സ്ക്രീനിൽ എഴുതിയിട്ടിട്ടുണ്ട്. ത്രിത്വാത്മക കൂട്ടായ്മയാണ് സഭ. പരിശുദ്ധ തൃത്വത്തിലുള്ള കൂട്ടായ്മ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൂട്ടായ്മയിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടവരുടെ സമൂഹമാണ് സഭയെന്ന് പറയുക. ഇങ്ങനെ ഒരു കൂട്ടായ്മയ്ക്കായി സഭാമക്കൾ നിലനിൽക്കണമെന്നും വളരണമെന്നുമാണ് നിത്യപുരോഹിതനായ ഈശോ വിശ്വാസി സമൂഹത്തിന് വേണ്ടിയുള്ള ഈ പ്രാർത്ഥനയിലൂടെ ദൈവപിതാവിനോട് അഭ്യർത്ഥിക്കുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൽ ഒന്നായിരിക്കുന്നത് പോലെ വിശ്വാസികളെല്ലാവരും ഒന്നായിരിക്കണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. സഹോദരങ്ങളെ, ഈ ഒന്നിപ്പിൻ്റെ ഒരു സ്വീകാര്യത എന്ന് പറയുക വിഭജനങ്ങളെ എതിർക്കുകയും അതുവഴിയായി ദൈവത്തോട് ചേരുകയും ചെയ്യുന്നതിൻ്റെ പരിണിത ഫലമാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും പരിശ്രമിക്കേണ്ടത് ത്രിത്വൈക ദൈവത്തിൽ ഒന്നായി സഭയോട് ചേർന്ന് ജീവിക്കാനാണ്. ഇടവകയുടെ പ്രവർത്തനങ്ങളോട് സഹകരിക്കണം കേട്ടോ. ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ആരും മാറി നിൽക്കരുത്. കാരണം ഇത് ദൈവികമായ ഒരു സംവിധാനമാണ്. പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കുമെന്ന് പറഞ്ഞ യേശു കർത്താവ് തന്നെയും പന്തക്കുസ്താ തിരുനാൾ ദിവസം ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ച് അവരെ അപ്പസ്തോലന്മാരാക്കി പരിശുദ്ധ കത്തോലിക്കാ സഭയ്ക്ക് രൂപഭാവങ്ങൾ നൽകിയെങ്കിൽ, ഊടും പാവും നൽകിയെങ്കിൽ, ഈ സഭയ്ക്ക് വേണ്ടി ബീജാവാപം ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, ഇത് ദൈവികമായ പ്രവർത്തനങ്ങളുടെ ഫലമാണ്. അതുകൊണ്ട് തന്നെയും പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവത്തെങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തുക എന്നത് മാത്രമല്ല, ജീവിതത്തിൽ എപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കാൻ സാധിക്കുമ്പോഴാണ് നിനക്ക് ദൈവികമായി കൃപ ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇവിടെ പോലെ എന്ന പ്രയോഗത്തിന് രണ്ട് അർത്ഥങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. എന്ന് പറഞ്ഞാൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എപ്രകാരമാണോ മാമുദീസ നൽകുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതുകൊണ്ട് തന്നെയും എപ്രകാരമാണ് അവർ ദൈവത്തെ പോലെയാകേണ്ടത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. ഗ്രീക്ക് ഭാഷയിലാണ് യോഹന്നാൻ്റെ സുവിശേഷം എഴുതപ്പെട്ടത് എന്ന് എൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുകയാണ്. പല ക്ലാസ്സുകളിൽ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഗ്രീക്ക് ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും യോഹന്നാൻ്റെ സുവിശേഷം എഴുതപ്പെട്ട ഗ്രീക്ക് ഭാഷയിൽ കാനോസ് എന്ന ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാനോസ് എന്ന ഒരു വാക്ക്, അത് നിങ്ങൾക്ക് സ്ക്രീനിലും ആ വാക്ക് ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാനായി സാധിക്കും. പോലെ എന്ന പ്രയോഗത്തിന് ഗ്രീക്കിൽ കാനോസ് എന്ന രണ്ട് അർത്ഥങ്ങളുള്ള ഒരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാനോസ് എന്നാണ് ആ വാക്ക്. പുതിയ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ അത് മറ്റ് പുതിയ ഭാഷകൾ പഠിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രചോദനമാകുമെന്നാണ് ഞാൻ കരുതുന്നത്. സെമിനാരികളിൽ ഞാൻ ഗ്രീക്ക് ഭാഷ പഠിപ്പിക്കുന്നുണ്ട്. ബൈബിളിൻ്റെ പഠനത്തോട് ചേർന്ന് നിൽക്കുന്ന, ബൈബിൾ എഴുതപ്പെട്ട മൂലഭാഷകളിൽ ഒന്നാണ് ഗ്രീക്ക് ഭാഷ, മറ്റൊന്ന് ഹീബ്രു ഭാഷയാണ്. ഈ രണ്ട് ഭാഷകളും അത്യാവശ്യം ഇച്ചിരി അരമായിക്ക് ഭാഷയും, കാരണം ഈശോ സംസാരിച്ചിരുന്ന ഭാഷ അരമായിക്ക് ആയതുകൊണ്ട് തന്നെയും പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ബൈബിൾ സയൻറ്റിഫിക്കായി ശാസ്ത്രീയമായി പഠിക്കാൻ ഈ ഭാഷാ പഠനങ്ങൾ
വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഭാഷയെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. കാനോസ് എന്ന വാക്കിന് 2 അർത്ഥതലങ്ങളിൽ നമുക്കതിനെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത്തേത്, പിതാവിൻ്റെയും പുത്രൻ്റെയും ഐക്യം സഭാംഗങ്ങളുടെ ഐക്യത്തിന് മാതൃകയാണ് എന്നുള്ളതാണ്. ഇവിടെ പോലെ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും ഐക്യം സഭാംഗങ്ങളുടെ ഐക്യത്തിന് മാതൃകയായിത്തീരുന്നു എന്ന കാരണത്താൽ ദൈവപിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സ്നേഹം പോലെയാണ്, ഐക്യം പോലെയാണ് ഞാനും നിങ്ങളും സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കേണ്ടത് എന്ന ഒന്നാമത്തെ അർത്ഥം. ഇനി രണ്ടാമത്തേത്, പിതാവിൻ്റെയും പുത്രൻ്റെയും ഐക്യം സഭാംഗങ്ങളുടെ ഐക്യത്തിൻ്റെ ഉറവിടമാണ് എന്ന് മനസ്സിലാക്കുക. ഈ പിതാപുത്ര ബന്ധത്തിൽ നിന്നാണ്, സ്നേഹബന്ധത്തിൽ നിന്നാണ് വിശ്വാസികൾക്കുള്ള ഐക്യം ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് അവർ നമ്മിലായിരിക്കണം എന്ന് ഈശോ കൂട്ടിച്ചേർക്കുന്നത്. നമ്മിലായിരിക്കണം, നമ്മളിലാണ് ആ ഐക്യം തുടങ്ങുന്നത് എന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ നിലനിൽക്കുന്ന യേശു കർത്താവും ദൈവപിതാവും തമ്മിലുള്ള ഐക്യം, സ്നേഹബന്ധം വിശ്വാസി സമൂഹത്തിൽ ഉണ്ടാകുന്നത് അവർ തമ്മിലുള്ള ഐക്യത്തിന് കാരണമായി തീരും എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈശോ നൽകുന്നത്. സഭാംഗങ്ങൾ തമ്മിലുള്ള ഐക്യം ത്രിയേക ദൈവത്തിൻ്റെ ഐക്യത്തിലുള്ള പങ്കുചേരലാണ് എന്ന സത്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവപുത്രനായ മിശിഹായുടെ പുത്രത്വത്തിൽ പങ്കുചേർന്ന് ദൈവപിതാവുമായി പിതൃപുത്ര ബന്ധത്തിൽ ഒന്നായിരിക്കുന്ന സമൂഹമാണ് സഭ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവപുത്രനായ മിശിഹ, പുത്രനായ ദൈവം യേശുക്രിസ്തു എന്ന് നമ്മൾ വിളിക്കുന്നു. ആ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ എങ്ങനെയാണോ പിതാവും പരിശുദ്ധാത്മാവും പങ്കാളികളാകുന്നത്, അപ്രകാരമായിരിക്കണം ഞാനും നിങ്ങളും ഒന്നായിരിക്കേണ്ടത്. അങ്ങനെ ഒന്നായിരിക്കുന്ന സമൂഹത്തെയാണ് സഭ എന്ന് വിളിക്കുന്നത്. പല സമൂഹങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ ലോകത്തിലെ? നമ്മളൊക്കെ ജീവിക്കുന്ന വ്യത്യസ്തങ്ങളായ സമൂഹങ്ങളൊന്നും സഭ എന്നല്ലല്ലോ നമ്മൾ പറയുന്നത്. മറിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ച് ക്രിസ്തുവിൽ ഒന്നായിരിക്കുന്നവരുടെ ഒരു സമൂഹത്തെ മാത്രമാണ് സഭ എന്ന് നമ്മൾ വിളിക്കുന്നത്. അത് വിശുദ്ധമാണ്, ശ്രൈഹികമായ പാരമ്പര്യമുള്ളതാണ്, അപ്പസ്തോലികമാണ് എന്നുള്ള കൃത്യതയുള്ള വിശ്വാസ പ്രമാണത്തിൻ്റെ പ്രബോധനങ്ങളെ ഞാനും നിങ്ങളും മനസ്സിലാക്കണം. അങ്ങനെ ദൈവപിതാവുമായി മക്കൾക്കടുത്ത സ്നേഹബന്ധത്തിലും പരസ്പരം സഹോദരങ്ങൾക്കടുത്ത സ്നേഹബന്ധത്തിലും ഒന്നായി ജീവിക്കാൻ സഭ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. മക്കൾക്കടുത്ത സ്നേഹബന്ധത്തിലും പരസ്പരം സഹോദര ബന്ധത്തിലും. മനസ്സിലായോ നിങ്ങൾക്ക്? 2 ബന്ധത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്ന്, ദൈവത്തിൻ്റെ മക്കൾക്കടുത്ത സ്നേഹബന്ധം. 2, പരസ്പരം സഹോദരങ്ങളായി ഞാനും വിശ്വാസി സമൂഹവും മാറുമ്പോൾ ഉടലെടുക്കുന്ന ഐക്യത്തിൻ്റെ സ്നേഹബന്ധം. ഈ സ്നേഹബന്ധത്തിലാണ് സഹോദരങ്ങളെ സഭയുടെ നിലനിൽപ്പ് തന്നെ. റൂട്ടഡ് ഇൻ ദ യൂണിറ്റി ഓഫ് ദ ട്രയൂൺ ഗോഡ് ആൻഡ് കണ്ടിന്യൂസ് ഇൻ ദ റിലേഷൻഷിപ്പ്, ലവ് റിലേഷൻ വിത്ത് ദ ബിലീവേഴ്സ് ഇൻ ദ ഹോളി കാത്തലിക് ചർച്ച് എന്ന് നമുക്കതിനെ മനസ്സിലാക്കാനായി സാധിക്കും. അതുകൊണ്ട് തന്നെയും 2 തരത്തിലുള്ള ഈ ബന്ധങ്ങളും സ്നേഹത്തിൽ ഒന്നായി ജീവിക്കാൻ സഭാമക്കളായ നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തൽ നൽകുന്നുണ്ട്. അതുകൊണ്ട് ഈ ഐക്യം സ്നേഹബന്ധത്തിൻ്റെ സ്വഭാവം ഉൾക്കൊള്ളുന്നതാണ് എന്ന് ഈശോയുടെ തുടർന്നുള്ള വാക്കുകളും വ്യക്തമാക്കുന്നുണ്ട്. സ്നേഹവും ഐക്യവും എപ്പോഴും ചേർന്ന് പോകത്തുള്ളൂ കേട്ടോ. സ്നേഹമുള്ളിടത്തേ ഐക്യമുണ്ടാവുള്ളൂ. ഐക്യം വേണമെങ്കിൽ സ്നേഹം വളരെ അത്യാവശ്യമാണ്. എവിടെയൊക്കെ സ്നേഹത്തിൽ ഉലച്ചിൽ തട്ടുന്നുവോ, കുറവ് സംഭവിക്കുന്നുവോ, അവിടെ ഐക്യത്തിൽ വിള്ളലുകളുണ്ടാകും. ആനുകാലികമായ പല പ്രശ്നങ്ങളും എടുത്തു നോക്കിയാൽ അവിടെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, ഏറ്റവും ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ഉദാഹരണം ചെറുതായതുകൊണ്ടല്ല, മറിച്ച് ഏറ്റവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഉദാഹരണമായതുകൊണ്ടാണ്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ വിവാഹബന്ധം ഇല്ലാതാക്കുന്ന എത്രയോ നടപടിക്രമങ്ങൾ ഇന്ന് കണ്ടുവരുന്നുണ്ട്. ഡൈവോഴ്സ് നമ്മൾ വിളിക്കാറുണ്ട്. ഏറ്റവും അടുത്ത് പരിചയപ്പെട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഭാര്യാഭർത്താക്കന്മാർ
കുറച്ച് നാളുകൾ കഴിയുമ്പോൾ, കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ പരസ്പരം മനസ്സുകൊണ്ട് അകലുന്നു, സ്നേഹത്തിൽ വിള്ളലുകൾ വീഴുന്നു, അതുവഴി അവർ തമ്മിലുള്ള യോജിപ്പില്ലാതാകുന്നു, ഐക്യപ്പെടുത്തി ജീവിക്കുവാൻ വേണ്ടി അവർക്ക് സാധിക്കാതെ വരുന്നു. അപ്പോൾ രണ്ടുപേരും തമ്മിൽ വിയോജിപ്പിലാകുന്നു, ബന്ധം വേർപെടുത്തുന്നു, ഐക്യമില്ലാണ്ടാകുന്നു. ഇത് വലിയൊരു പ്രശ്നമായി ഇന്ന് ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താ പ്രിയ സഹോദര സഹോദരി ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയും ഈ സ്നേഹബന്ധത്തിൻ്റെ സ്വഭാവം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് 17-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ യേശുനാഥൻ തന്നെയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈശോയുടെ പ്രാർത്ഥനയിൽ അവൻ പ്രാർത്ഥിക്കുന്ന 23-ാമത്തെ വാക്യം ഇപ്രകാരമാണ്. സ്ക്രീനിൽ നിങ്ങൾക്ക് നോക്കാം. അങ്ങ് എന്നെ സ്നേഹിച്ചതുപോലെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകമറിയട്ടെ. പിതാവേ, അങ്ങ് എങ്ങനെയാണ് എന്നെ സ്നേഹിച്ചത് എന്നുള്ളത് എനിക്കറിയാവുന്ന കാര്യമാണ്. അതിന് പക്ഷേ സാക്ഷ്യങ്ങളൊന്നും ആവശ്യമില്ല. എന്നാൽ നമ്മൾ തമ്മിലുള്ള സ്നേഹം എന്താണെന്ന് ഈ ലോകം അറിയണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ വിശ്വാസി സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്ന് ഈശോ പറയുക. സഹോദരങ്ങളെ, സഭയുടെ കൂട്ടായ്മയും ഐക്യവും ലോകത്തിന് ഒരു സാക്ഷ്യമായി തീരണമെന്നും മറ്റുള്ളവർക്ക് മിശിഹായെയും അവിടുത്തെ പിതാവിനെയും അറിയുന്നതിനുള്ള ഒരു ഉപാധിയായി തീരണമെന്നും ഈശോ ഇവിടെ വളരെ കൃത്യമായി സൂചിപ്പിക്കുന്ന വചനഭാഗമാണ് എന്ന് മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാൽ സ്നേഹവും ഐക്യവും കൂട്ടായ്മയും സഭാസമൂഹത്തിലുണ്ടെങ്കിൽ അത് ഈ ലോകത്തിന് നൽകുന്ന വലിയൊരു സാക്ഷ്യമായിരിക്കും. ഒത്തിരിയേറെ വിപരീത സാക്ഷ്യങ്ങളും എതിർ സാക്ഷ്യങ്ങളും നൽകുന്ന സഭാസമൂഹമായി നമ്മുടെ സഭ മാറിയിട്ടില്ലേ എന്ന് നെഞ്ചത്ത് കൈവച്ച് ആത്മാർത്ഥതയോടെ ആലോചിക്കേണ്ട, പരിചിന്തനം ചെയ്യുകയും അനുതപിച്ച് തിരിച്ചു വരികയും ചെയ്യേണ്ട ഒരു സമയത്താണ് ഞാൻ നിങ്ങളോട് ഇതിനെക്കുറിച്ച് പറയുന്നത്. പൊതുസമൂഹത്തിന് പോലും ഉതപ്പാകുന്ന വിധം, ഒരുപക്ഷെ മറ്റു ഒരു കാര്യങ്ങളിലും കാണാത്ത വിധം വിഭാഗീയതകൾ, തമ്മിലടികൾ ഈ സഭയെ എവിടെ കൊണ്ട് എന്ന് എത്തിക്കുമെന്ന് പരിതപിക്കുകയല്ല, മറിച്ച് കർത്താവിലുള്ള പ്രത്യാശയോടുകൂടെ പ്രാർത്ഥിക്കുകയാണ്. എന്നാലും മനുഷ്യരായിട്ട് വരുത്തി വെച്ച പ്രശ്നങ്ങൾ നമ്മളായിട്ട് തന്നെയും തീർക്കേണ്ടതുണ്ട്. ദൈവമേ, എന്തുകൊണ്ട് ആ സഭയിൽ ഇപ്രകാരമുള്ള വിഭാഗീയതകൾ എന്ന് നമ്മൾ പലപ്പോഴും ആശ്ചര്യപ്പെട്ടിട്ടില്ലേ, ചോദിച്ചിട്ടില്ലേ? എന്നാൽ മനുഷ്യനിർമ്മിതങ്ങളായ കുറേ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. മനുഷ്യരായിട്ട് വരുത്തി വെച്ച പ്രശ്നങ്ങളെ നമ്മളായിട്ട് പരിഹരിക്കണം. അപ്പോൾ തീർച്ചയായും ദൈവത്തിൻ്റെ ഈ സഭ മുൻപോട്ട് തന്നെ പോകുമെന്ന കാര്യം ഒരു സംശയവും വേണ്ട കേട്ടോ. സഭാനൗക കഴിഞ്ഞ 21ഓളം നൂറ്റാണ്ടുകളായി ഈ ലോകമാകുന്ന സമുദ്രത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ, സുഖകരമായി സുരക്ഷിതമായി മുൻപോട്ട് നീങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഇതിൻ്റെ അമരത്ത് കർത്താവുണ്ട് എന്നുള്ളതാണ്. കർത്താവ് അമരത്തുണ്ട് എന്നോർക്കുക. സഭയുടെ കൂട്ടായ്മയും ഐക്യവും ലോകത്തിനൊരു സാക്ഷ്യമായി തീരണമെന്നാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയും ഇത് ദൈവപിതാവിനെയും പരിശുദ്ധാത്മാവിനെയും പുത്രനായ യേശുവിനെയും അറിയാനുള്ള ഒരു ഉപാധി കൂടിയാണ് എന്നും നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, സഭയുടെ ദൈവീക കൂട്ടായ്മയിലും സാഹോദര്യത്തിലും സ്നേഹത്തിലും പങ്കുവയ്ക്കലും പ്രായോഗികമാക്കുമ്പോഴാണ് അത് ലോകത്തിന് സാക്ഷ്യമായി തീരുന്നത് എന്ന് മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്രകാരമാണോ ദൈവികമായി കൃപാവരങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്, അത് കൂട്ടായ്മയിലാണ് പങ്കുവയ്ക്കപ്പെടേണ്ടത് എന്ന് മനസ്സിലാക്കുക. ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തിലുള്ള കൂട്ടായ്മ, വിശ്വാസികൾ തമ്മിലുള്ള പരസ്പരമായ സാഹോദര്യം, അതിന് പ്രകാരമുണ്ടാകുന്ന പങ്കുവയ്പ്, ഇപ്രകാരമാണ് നമ്മുടെ കൂട്ടായ്മ സാക്ഷ്യമായി പ്രയോഗവൽക്കരിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സ്നേഹത്തിൻ്റെ പുതിയ കൽപ്പന നൽകുന്ന സന്ദർഭത്തിൽ ഈശോ ഇക്കാര്യം കൃത്യമായി തന്നെയും വെളിപ്പെടുത്തുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ വായിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ വചനമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 35-ാം തിരുവചനത്തിൽ നമ്മൾ വായിച്ച് പഠിച്ച ഒരു വചനഭാഗം നിങ്ങൾക്കായി ഓർമ്മപ്പെടുത്താൻ ഞാൻ സ്ക്രീനിൽ എഴുതിയിട്ടിട്ടുണ്ട്. യോഹന്നാൻ 13-ാം അധ്യായം 35-ാം തിരുവചനം, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. എന്ന് പറഞ്ഞാൽ
ദൈവത്തിൻ്റെ ഈ സ്നേഹത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് സഭയിൽ ഐക്യമുണ്ടാകുന്നതെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു പുതിയ കൽപ്പന നൽകിയവനാണ് യേശു കർത്താവ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ കർത്താവ് നമുക്കൊരു മാതൃക നൽകിയിട്ടുണ്ട് എപ്രകാരമാണ് സ്നേഹിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച്. പലതരത്തിലുള്ള സ്നേഹങ്ങളുണ്ട് കേട്ടോ. പല സ്നേഹങ്ങളും അവസാനം എത്തി നിൽക്കുന്നത് മറ്റുള്ളവരെ ഉപയോഗിക്കാനും എൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവരോട് പെരുമാറാനും വേണ്ടിയുള്ള സ്നേഹബന്ധമായി പലപ്പോഴും ഇതിനെ തെറ്റായി കണക്കാക്കുന്ന ഒരു സംസ്കാരം തന്നെയും വളർന്നു വരുന്നുണ്ട്. ഉപഭോഗ സംസ്കാരത്തിൻ്റെ, കൺസ്യൂമറിസ്റ്റിക് കൾച്ചറിൻ്റെ ഒരു രീതിയാണതെന്ന് മനസ്സിലാക്കുക. അതൊരു കാരണവശാലും നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. മറിച്ച് മറ്റുള്ളവരെ സ്വന്തം ശരീരത്തിൻ്റെ ഭാഗമായി കണ്ട്, സ്വന്തം സഹോദരനായി കണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് സ്നേഹിക്കാനുള്ള, ഐക്യപ്പെടാനുള്ള ഒരു വിളിയാണ് ദൈവപിതാവ് നമുക്കെല്ലാവർക്കും നൽകുന്നത് എന്ന് തിരിച്ചറിയാൻ സാധിക്കട്ടെ. അതുകൊണ്ട് തന്നെയും ഈ പരസ്പര സ്നേഹം വഴിയാണ് നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണ് എന്ന് എല്ലാവരും അറിയുന്നതെന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പം നമുക്ക് കർത്താവിലുള്ള ഈ സ്നേഹമില്ലെങ്കിൽ, ആ സ്നേഹം നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചറിയുക, അതുവഴിയായി പ്രിയപ്പെട്ടവരെ നമ്മൾ കർത്താവിൽ നിന്നും അകന്നു പോവുകയാണ്. ആദിമസഭയുടെ ശക്തമായ സാക്ഷ്യം അവരുടെ സ്നേഹമായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ടാണ് നടപടി പുസ്തകം അഥവാ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായത്തിൻ്റെ 32-ാം തിരുവചനത്തിൽ സ്ക്രീനിൽ നമ്മൾ കാണുന്നത് പോലെ ഇപ്രകാരം ഒരു വചനമുള്ളത്. നോക്കൂ, അവർ എങ്ങനെ സ്നേഹിക്കുന്നു. ആദിമ ക്രൈസ്തവരെക്കുറിച്ചുള്ള ആശ്ചര്യത്തോടുകൂടെയുള്ള മറ്റുള്ളവരുടെ പ്രസ്താവനയാണിത്. നോക്കൂ, അവരെങ്ങനെ സ്നേഹിക്കുന്നു എന്ന് സഭാംഗങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് തെർത്തുല്യൻ എന്നു പേരുള്ള സഭാപിതാവിൻ്റെ സാക്ഷ്യമാണ്. സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 4-ാം അധ്യായം 32-ൽ കാണുന്ന ആദിമസഭയുടെ ചിത്രവും വ്യക്തമാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയും പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ആദിമ കത്തോലിക്ക സഭയുടെ ഈ രീതിയെ പിൻചെന്നുകൊണ്ട് ഐക്യത്തിൽ, സ്നേഹത്തിൽ ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വീണ്ടും കാണും വരെയും ശുഭവന്ദനം.